വളർന്നു വരുന്ന തലമുറയെ ദ്രോഹിക്കുന്ന ഇത് കണ്ടെത്തി ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം പൂർണ്ണമായും തുടച്ചു മാറ്റുക എന്നുള്ളത് മറ്റാരെക്കാളും അധ്യാപകർ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ വളരെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയാണ് ആസ് എ ടീച്ചർ ഞാൻ ഈ പദ്ധതിയെ കാണുന്നത്. പിന്നെ ആവശ്യം തന്നെ നേരത്തെ തുടങ്ങണ്ടായിരുന്നു. കേരളത്തിലെ യുവജനങ്ങളെ ഏറ്റവും അധികം ദ്രോഹിക്കുന്ന, വളർന്നു വരുന്ന തലമുറയെ ദ്രോഹിക്കുന്ന ആ ഒരു പ്രവണതയ്ക്കാണ് ഇന്ന് അവസാനം കുറിക്കുവാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ സംഗതി കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ പരിപാടിയുമായി ഇറങ്ങിയതിൽ കേരളത്തിലെ പൊതുജനങ്ങൾ, അതുപോലെ തന്നെ അമ്മമാർ, ഈ സ്കൂൾ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ മുട്ടായി കൊടുത്തും അത് കൊടുത്തും ഇത് കൊടുത്തുമൊക്കെ ആദ്യം അവരെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്. അതിനെതിരെ സ്കൂൾ തലത്തിൽ തന്നെ ഇതിന് ആ ഒരു പരിച്ഛേദനം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ജനങ്ങൾ രണ്ട് കൈ നീട്ടി ഈ ഓപ്പറേഷൻ തൂഫാൻ സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. 100% 100% ഫലപ്രാപ്തിയിലെത്തണം. ഇത് ഈ UDF മന്ത്രിസഭയുടെ മാത്രം കാര്യമല്ല, ഇത് കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഓപ്പറേഷൻ തൂഫാനെ രണ്ട് കൈനീട്ടി സ്വീകരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. നല്ല കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഏറ്റവും നല്ല പദ്ധതിയാണ്. ഈ അധ്യാപകരെ സംബന്ധിച്ച് ഞങ്ങൾ SPCയുടെ ഭാഗമുള്ള അധ്യാപകരാണ്. നമ്മൾ പരമാവധി നോക്കുന്നുണ്ട്. ഇത് കണ്ടെത്തി ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം പൂർണ്ണമായും തുടച്ചു മാറ്റുക എന്നുള്ളത് മറ്റാരെക്കാളും അധ്യാപകർ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പദ്ധതി ആരംഭിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ. ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വലിയൊരു പ്രയത്നം അധ്യാപകരെല്ലാവരും, കുട്ടികൾ ഉൾപ്പെടെ നമ്മളെ SPC കേഡറ്റ്സ് ഉൾപ്പെടെ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ വാക്കാണ്. പുതിയ തുടക്കം എന്നതിനുപരി ഈ പ്രോജക്റ്റുകൾക്ക് ആദ്യമേ പല രീതിയിലുണ്ടാവാം. പക്ഷെ ഇത് വളരെ സിൻസിയറായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ നടപ്പിലാക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് സർക്കാരിൽ നമുക്ക് ആ വിശ്വാസമുണ്ട്. ഒത്തിരി സന്തോഷം. കോട്ടൺ ഹിൽ പോലത്തുള്ള സ്കൂളിൽ തന്നെ ഈ സംസ്ഥാന ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചത്. പെൺകുട്ടികളാണ് ഈ പദ്ധതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം തുടക്കത്തിൽ കാണിച്ച ശുഷ്കാന്തി ഒടുക്കം വരെ കാണണം എന്നുള്ളൊരു ആഗ്രഹം, ആത്മവിശ്വാസം സർക്കാരിലും സന്തോഷം. കുടുംബത്തിലൊക്കെ ഒത്തിരി സന്തോഷം അല്ലേ? അതെ അതെ അതെ, നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെയാണ് അത് തീർച്ചയായിട്ടും. സ്കൂളിലെ കെമിസ്ട്രി ടീച്ചറാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ യുവതലമുറ ഭയങ്കരമായിട്ടും പല രൂപത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ വളരെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയാണ് ആസ് എ ടീച്ചർ ഞാൻ ഈ പദ്ധതിയെ കാണുന്നത്. അപ്പോൾ ഇത് എത്രയും നല്ല പോലെ പ്രവർത്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ, അതായത് നമ്മുടെ അടുത്ത തലമുറയെ ഈ ഒരു ലഹരി എന്ന കൊടും വിപത്തിൽ നിന്ന് രക്ഷിക്കാനാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വലിയൊരു തുടക്കമാണ്. കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ അടുത്തൊരു പുതിയ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ അവരുടെ ഒരു നല്ല പദ്ധതിയായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ ഇങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് കോട്ടൺ ഹിൽ സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തത് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഒരെണ്ണമാണ് നമ്മുടെ കോട്ടൺ ഹിൽ. പിന്നെ ഞാൻ കണ്ടത് മറ്റ് പല സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ ഒരു ഗ്രൂപ്പും ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ എല്ലാ സ്കൂളുകളിലേക്കും ഇതിൻ്റെ ഒരു ഇത് എത്തുമെന്നാണ്, സന്ദേശം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സമൂഹത്തെ കുറച്ചുകൂടെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു ശ്രമമായിട്ടാണ് തോന്നുന്നത്. അത് വളരെ വിജയപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുള്ളതാണ്. കുട്ടികൾക്കും കൂടെ ഒരു അവയർനെസ് എല്ലാവരെയും വിളിച്ചിട്ടില്ല സാർ. ഹൈസ്കൂളിലെ കുട്ടികളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഇപ്പോഴത്തെ ഹൈസ്കൂളിലെ കുട്ടികൾ കുറച്ചുകൂടെ അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കണമെങ്കിൽ നന്നായിരിക്കും. നല്ല അഭിപ്രായമാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എൻ്റെ ഇതിൽ. ഇതൊരു ആവശ്യമല്ലായിരുന്നു. ഇത് നമ്മുടെ സമൂഹത്തിൽ പിന്നെ ആവശ്യം തന്നെ നേരത്തെ തുടങ്ങണ്ടായിരുന്നു. ഇപ്പോൾ താമസിച്ചു പോയി. കാരണം രക്ഷകർത്താക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് വലിയൊരു സന്തോഷം. തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം. അച്ഛനും അമ്മയ്ക്ക്, ഭാര്യമാർക്ക്, അങ്ങനെ ഭാര്യയ്ക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ളത്. വീട് സ്വസ്ഥത ഉണ്ടാവുമല്ലോ, ശല്യം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല, കുറേ മാറ്റം ഉണ്ടാവും. അത് വേണം എന്നുവെച്ചാൽ ഇപ്പം കുറേ ഇതുണ്ട്, ലഹരിയും അതൊക്കെ ഉണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് ന്യൂസുകളും കാര്യങ്ങളും. അപ്പോൾ അതെന്തായാലും നല്ലൊരു തീരുമാനമാണ്. അവർ വന്ന ഉടനെ UDF അധികാരത്തിൽ വന്ന ഉടനെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ സന്തോഷം. അത്രേ ഉള്ളൂ. രക്ഷകർത്താക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. അവർക്ക് ഇങ്ങനെ ഒരു ചെയ്യുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ് ഇതെല്ലാം. കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്ന ഈ മയക്കുമരുന്നിനെതിരെ ഇത്തരത്തിലൊരു കൊടുങ്കാറ്റ് പോലുള്ളൊരു സമയം എല്ലാം തുടച്ചു മാറ്റും എന്നുള്ളൊരു സമീപനം അത് തന്നെയാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കേരളത്തെ
മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ട് കാണുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അടുത്ത് വരെ ഒരു കാലത്ത് നമുക്ക് ഒരു അകലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അകലമില്ലാത്ത അവസ്ഥയിൽ സ്കൂളുകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അതിനെ തുടച്ചു നീക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് എല്ലാ വിധത്തിലുള്ള ഒരു പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് തൂഫാൻ എന്നുള്ളത്. അതിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് മുന്നേറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട്.